Kanai Kunyiraman, a well-known sculptor born in 1937 and the former chairman of the Kerala Lalitakala Academy, Kunyiraman is famous for his work Yakshi at Malampuzha. He is the first sculptor recipient of the Raja Ravivarma Award. ജീവിതത്തിൽ ഒരു സഞ്ചാരിയായിട്ടാണ് തുടങ്ങുന്നത്. പല സ്ഥലങ്ങളും സഞ്ചരിച്ചു, അകത്തും പുറത്തും, മനസ്സിനകത്തും സഞ്ചരിച്ചു, പുറത്തും സഞ്ചരിച്ചു. ഈ സഞ്ചാരത്തിൽ ഇനി ഒരുപാട് വ്യക്തികളെയും മഹത്തരങ്ങളായ ഒരുപാട് കാര്യങ്ങളും സ്ഥലങ്ങളും ഭൂപ്രകൃതിയൊക്കെ കണ്ടുവെങ്കിലും തിരിച്ച് ഞാൻ കേരളത്തിൽ വന്നപ്പോൾ ഒരു നിരാശ. വേറെ ഒന്നുമില്ല, നല്ലൊരു മനുഷ്യനെ കാണാൻ ഇതുവരെ സാധിച്ചില്ല. എൻ്റെ അന്വേഷണവും അതാണ് ജീവിതത്തിൽ. കുറേ കാലം മുമ്പ് തിരുമേനിയുടെ ഒരു ഇൻ്റർവ്യൂവും പ്രഭാഷണവും കേട്ടപ്പോഴാണ് സത്യം പറയാൻ അന്ന് എനിക്കൊന്ന് പരിചയപ്പെടാൻ തോന്നി. തിരുമേനിയുടെ പ്രഭാഷണം എവിടെയുണ്ടെങ്കിൽ ഞാനും അവിടെ പോയത്. ആ രീതിയിലൊരു വ്യക്തിയെയാണ് ഞാൻ ഇന്ന് എൻ്റെ മുമ്പിൽ കാണുന്നത്. അത്ഭുതം തോന്നുന്നു സത്യം പറയുകയാണെങ്കിൽ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അക്ഷരം പഠിക്കുന്നതല്ല താല്പര്യം ഉണ്ടായത്, ചിത്രം വരക്കൽ, പടം വരക്കുന്നതല്ല താല്പര്യം ഉണ്ടായത്. അത് വീട്ടിൽ ആർക്കും ഇഷ്ടമായിരുന്നില്ല. അച്ഛന് പ്രത്യേകിച്ച് വെറുപ്പായിരുന്നു. കയ്യിൽ കരിക്കട്ടയോ വേറെ ചേടി കഷ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചുവരിലും നിലത്തുമൊക്കെ വരച്ച് വീട് വൃത്തിയാക്കും. അപ്പോൾ നല്ല പൊതിരെ അടി കിട്ടും. പിന്നെ ആർക്കും ഇഷ്ടമല്ല, പഠിക്കാൻ പോയാൽ പഠിക്കണം. അപ്പോൾ അവരെ അർത്ഥത്തിൽ ഞാൻ ഒരുവിധം പഠിച്ച് സ്കൂൾ ഫൈനൽ SSLC പാസ്സായി. പിന്നെ എനിക്ക് പഠിക്കണ്ട, അച്ഛൻ്റെ ആഗ്രഹം വേറെ പലതുമായിരുന്നു. അത് പഠിച്ച ഉടനെ എനിക്കറിയാം ഇവിടെ ആകെ കുഴപ്പമാണ്. ഞാൻ നാട് വിട്ടിട്ടാണ് പോയത്. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കലാകാരനാണ്. അങ്ങനെ നാട് വിട്ട് മദ്രാസ് പോയിട്ടാണ് ഒരവസരം കിട്ടിയ പഠിക്കാൻ. അവിടുന്ന് വളരെ കഷ്ടപ്പെട്ട് ഹോട്ടലിലൊക്കെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ കിട്ടി. ദൈവാധീനം കൊണ്ട് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടി. അമേരിക്കയിൽ പോകാൻ, അങ്ങനെ ജപ്പാൻ, എല്ലാ രാജ്യത്തും പോയി രാജ്യങ്ങൾ ലോകം കാണാൻ ഒരു അവസരം കിട്ടി. തിരിച്ച് വന്നപ്പോൾ നാട്ടിലെത്തിയപ്പോൾ എൻ്റെ ആഗ്രഹം കലാകാരനാകാനായിട്ടില്ല. എനിക്ക് വലിയൊരു മനുഷ്യനാണ്, ഏറ്റവും നല്ലൊരു മനുഷ്യനാകാൻ. അതിൻ്റെ യാത്രയിലാണ് ഞാനിപ്പോൾ. അങ്ങനെയാണ് തിരുമേനി ഞാൻ ഇന്നും കണ്ടുമുട്ടുന്നത്. തിരുമേനി എനിക്ക് ഒരുപാട് എന്തെങ്കിലും ഒരു വഴി അല്ലെങ്കിൽ ദർശനം കാണിച്ചു തന്നു, നല്ല മനുഷ്യനാവാൻ. നല്ല മനുഷ്യരെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ളതെല്ലാം. എന്നാൽ അവർ ഈശ്വരൻ്റെ വഴി വിട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി അവർ ചീത്ത മനുഷ്യരായിട്ട് വരും. അതുകൊണ്ട് മനുഷ്യൻ ഈശ്വരനിലേക്ക് കണ്ണുയർത്തണം. ഈശ്വരനെ ഈ ലോകത്തിൽ കാണണം. അത് കലാകാരനാണ് പ്രസംഗത്തിനേക്കാൾ കൂടുതൽ സാധിക്കുന്നത്. അത് സമ്മതിക്കുന്നു. അതായത് ഈ ശില്പികൾ എന്താണ് ചെയ്യുന്നത്? അവർ ദൈവത്തെ മനുഷ്യനിൽ കാണത്തക്കവണ്ണം ശില്പങ്ങൾക്ക് ഒരു ഓജസ് കൊടുക്കുന്നു. അത് നമ്മുടെ ആവശ്യം എന്ന് മനുഷ്യനെ ദൈവത്തിൽ കാണുകയും ആ ദൈവത്തെ മനുഷ്യനായിട്ട് മനസ്സിലാക്കുകയും നാം ദൈവത്തെ യഥാർത്ഥമായി കാണുന്നത്. ദൈവം നമുക്ക് അപ്രാപ്യമായ ഒരാളല്ല, നമ്മളെ പോലെയുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ദൈവം മനുഷ്യനായി എന്ന് പറയുന്നത്. നമുക്കറിയാം,
ദൈവമായ മനുഷ്യനായ ദൈവം എപ്പോഴും മനുഷ്യനെ പോലെയാണ് ജീവിച്ചത്, മനുഷ്യന് വേണ്ടിയാണ് ജീവിച്ചത്, മനുഷ്യന് മാതൃകയായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യനെ കാണണമെങ്കിൽ മനുഷ്യനായ ദൈവത്തെ മനസ്സിലാക്കണം. അത് എല്ലാ മതങ്ങളിലും ദൈവം മനുഷ്യനായിട്ടുണ്ട്. അതെ. അപ്പോൾ അവിടെ നമുക്ക് ദൈവത്തെ കാണാം, മനുഷ്യനിൽ ദൈവത്തെ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ശംഖുമുഖം അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ഈശ്വരൻ മനുഷ്യരൂപത്തിൽ ലോകത്തിൽ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് ഈശ്വര വിലാസം കാണും, അത് കാണാൻ സാധിക്കും. എന്നാൽ പലരും അത് വെറും കല്ലും മണ്ണുമായിട്ട് തള്ളുകയാണ്. എന്നാൽ ആ കല്ലും മണ്ണിനും ഉള്ള വലിയ സാധ്യതകളാണ് ആ ശില്പം തെളിയിക്കുന്നത്. അതുകൊണ്ട് മിസ്റ്റർ കുഞ്ഞിരാമൻ എന്താ ചെയ്യുന്നത്? പ്രകൃതിയെ ദൈവത്തെ കാണിക്കുകയും ദൈവത്തിൽ പ്രകൃതിയെ കണ്ട് അതിനെ ആരാധിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ മനുഷ്യനെ ഒരുക്കുന്നതാണ് ഈ ശില്പം. വളരെ ശരിയാണ്. കാരണം അതുകൊണ്ട് അങ്ങനെയുള്ള ആ ശില്പങ്ങൾ കൂടുതൽ നമുക്ക് ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിസ്റ്റർ കുഞ്ഞിരാമനെ പോലുള്ള ആളുകൾ അതിന് സമൂഹത്തിന് സഹായമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. പല തിരുമേനിമാരും ആ സ്ഥാനത്തെത്തിക്കഴിയുമ്പോഴേക്ക് അച്ഛനായിരുന്ന ആളല്ല മെത്രാനായി കഴിയുമ്പോഴേക്ക് അവർ വേറൊരു സ്ഥാനത്തെത്തി എന്നുള്ള ചിന്ത വന്നപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് ആവർത്തിച്ചാൽ അങ്ങനത്തെ ഒരു ആപത്ത് എനിക്ക് വലുതായിട്ടുണ്ടായ